ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ടേബിൾ ഒന്ന് വൃത്തിയാക്കാം, എന്നിട്ടൊക്കെ റെഡിയാക്കാം. എൻ്റെ ടേബിൾ മാത്രമല്ല, എൻ്റെ സാധനങ്ങൾ വെക്കുന്നതിൻ്റെ അടി വരെ ഭയങ്കര വൃത്തിയാടാം. ആദ്യം ഞാൻ ഇതിൻ്റെ അടി വൃത്തിയാക്കാം. അതിന് ശേഷം ഞാൻ ഈ സാധനങ്ങളൊക്കെ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ വെക്കും. ഓക്കെ, എല്ലാത്തിൻ്റെ അവസാനം നമുക്ക് വീഡിയോ എടുക്കണ്ട കേട്ടോ. ഇതിൻ്റെ താഴെ കുറച്ച് ഇരുട്ടായിരുന്നു, ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വൃത്തിയാക്കുന്നത് തലങ്കോരായി കിടക്കുമായിരുന്നു. ഓക്കെ, അപ്പം എല്ലാം സെറ്റാണ്, എല്ലാം ഞാൻ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. യൂണിക്കോണും കൂടി വെച്ചേക്കാം. ഓക്കെ, ഇനി പറയാം എന്താ സംഭവം എന്ന് വെച്ചാൽ, നാളെ എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്താ പറയുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ സെറ്റല്ലേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. നിങ്ങളിതേ ഈ കാണുന്ന 2 ഗിഫ്റ്റുകളുണ്ടോ? ഇതൊരു കത്താണ്. എനിക്ക് എൻ്റെ 3ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന ടൈം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന ഗിഫ്റ്റാണിത്. ഈ ഗിഫ്റ്റും പിന്നെ ഈ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ഈ ഗിഫ്റ്റാണ് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നത്. തുറന്നാൽ പൊട്ടിത്തെറിക്കും. ഈ ഗിഫ്റ്റ് ഓപ്പൺ ആക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ, കാണാത്തവർ കാണണേ. അപ്പോൾ ഏകദേശം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടാതെ എൻ്റേതായ ചില ഐഡിയാസും അതിൻ്റെ കൂടെ വരുത്തുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഈ ഒരു A4 ആണ് അപ്പോൾ നമുക്കിതിനാവശ്യം. അതായത് ഇങ്ങനെ 2ആയിട്ട് മടക്കുക. കണ്ടോ? ഇങ്ങനെ ആക്കിയിട്ട് മടക്കിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പറ്റും പോലെ നിങ്ങളും ഡിസൈൻ ചെയ്തോ. ഇത് നമ്മളെ ബ്ലൈൻഡ് ബാഗ് ഇല്ലേ, അതന്നെ ഏകദേശം സംഭവം ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് നിങ്ങളെ അമ്മേൻ്റെ ആണോ ബർത്ത്ഡേ അതോ അച്ഛൻ്റെ ആണോ ബർത്ത്ഡേ? ഇപ്പോൾ അമ്മേൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ മദർ എന്നായിട്ട് ഹെഡിങ് കൊടുക്കുക. അല്ലെങ്കിൽ അച്ഛൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഫാദർ എന്നും ഹെഡിങ് കൊടുക്കുക. പക്ഷേ എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ഒരു ദിവസമായിപ്പോയി. അപ്പം ഞാൻ അത് ചെയ്യാൻ പോകണേ. അയ്യോ, മന്ത്രം ജപിച്ചില്ല. ഓക്കെ, ഒന്നും കൂടിയൊക്കെ ചെയ്യാൻ പോകണേ. ഓക്കെ, എന്താ ആക്കിയതോ കൊള്ളായി എന്നൊക്കെ അറിയാം, എന്നാലും അച്ഛൻ നമുക്ക് ഇഷ്ടമാവും. അപ്പം നിങ്ങൾ ഈ പേപ്പർ എന്ത് ചെയ്യണം അറിയാം. ഇങ്ങനെ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കും പോലെ തന്നെ ഇതേ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് ഈ സൈഡും ഒട്ടിക്കുക. ഞാൻ പിന്നെ ഈ ബ്ലൈൻഡ് ബാഗൊക്കെ പണ്ടേ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഈ സ്റ്റെപ്പ് വരെയുള്ളതൊക്കെ എനിക്ക് സിമ്പിളായിരിക്കും. പക്ഷെ ബാക്കിയുള്ളതായിരിക്കും എന്തൊക്കെയോ ആക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ ആക്കിയെടുക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള ഗിഫ്റ്റിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അതുകൊണ്ട് ഇത് ഇങ്ങനെ മാറ്റി വെക്കാം. രണ്ടാമതും വേറൊരു A4 ഷീറ്റ് എടുക്കണം. എന്നിട്ട് പിന്നെയും പഴയ പോലെ തന്നെ ഇങ്ങനെ മടക്കണം. രണ്ട് സൈഡും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അതിനുശേഷം സീസർ വെച്ചോ അല്ലെങ്കിൽ സ്കെയിൽ വെച്ചോ നിങ്ങൾ ഇതിങ്ങനെ കട്ട് ചെയ്യണം. ഞാൻ തൽക്കാലം സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ 2 കഷ്ണമാക്കി എടുക്കുക. ഇതാട്ടോ നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനെ വരകളും വരച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കുക. ഇനിയാണ് കട്ടിങ്. ഈ കാണുന്ന ഈ പോർഷനില്ലേ, ഈ ഒരു കോളം, അതായത് ഈ ഒരു കോളം, ആ കോളം മുതൽ കോളം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. അതുപോലത്തെ എല്ലാ സൈഡിലും എല്ലാ കോളും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ബാക്കി വരുന്ന ഈ കഷ്ണങ്ങളില്ലേ, അതൊന്നും കളയരുത്, ആവശ്യം വരും കേട്ടോ. തൽക്കാലം നമുക്കിത് ഈ സൈഡിലൊക്കെ ആ സൈഡിലൊക്കെ ഈ ഒരു പോർഷൻ നമുക്ക് സർക്കിളായിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണേ. ഇപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇനിയാണ് നമുക്കിത് മടക്കേണ്ടത്. പറഞ്ഞുതരാം. സ്കെയിലെടുക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കുക. ഈ ഒരു സർക്കിൾ ആ ഒരു വരയിനനുസരിച്ച് ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ ഇത് ഇങ്ങനെ മടക്കുക. അങ്ങനെ എല്ലാ സൈഡും മടക്കുക. എല്ലാം മടക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടണം. കണ്ടോ, നമുക്ക് ഇങ്ങനെ മടക്കാനും പറ്റണം. ഈ 2 ഇങ്ങനെ ആക്കിയെടുക്കാൻ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ഡിസൈൻ ചെയ്യാം. ഞാനിത് ഇങ്ങനെ കേട്ടോ ഡിസൈൻ ചെയ്ത്. ഇനി സാധനം വരാനുണ്ട്. ബാക്കി നമുക്ക് ചെയ്യാം.
പിന്നെ നമുക്കിത് ഈ 2 വളയും യൂസ് വേണം കേട്ടോ, അതായത് ഇതൊക്കെ വേണം. പിന്നെ ഇതാ റബ്ബർ ബാൻഡ്. അയ്യോ താഴെ പോയി. ഇതാ ഇതും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ബ്ലാക്കും യെല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയാണ് ട്വിസ്റ്റ്. ഇതേ കാർഡ്ബോർഡിൻ്റെ ഇങ്ങനത്തെ 2 കഷ്ണങ്ങൾ വേണം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ പാർട്ട് 2 ഞാൻ പാർട്ട് 2 വീഡിയോയിലേക്ക് അയക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 വീഡിയോയിലേക്ക് അയക്കാം. അപ്പോൾ ഞാൻ ഇടുന്നുണ്ട്, കാത്തിരിക്കേ. ബൈ.